അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഒരിക്കൽ വലിയ ശണ്ട കൂടി, വഴക്കായി, തമ്മിൽ ഉന്തും തള്ളുമായി സംസാരം മൂത്തു. അടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ വല്ലാതെ സംസാരിച്ച് തെറ്റിയപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അപ്പം ഇതൊരാൾ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടികളല്ലേ, മൂത്തത് ഹസനല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം ചെന്നിട്ട് നിങ്ങളുടെ വല്യപ്പയായ നബീനോട് പറഞ്ഞാൽ വേഗം പെട്ടെന്ന് തീരൂലേ, അതുകൊണ്ട് ഹസനല്ലേ ആദ്യം മൂത്തത്, ഹസൻ ചെന്നിട്ട് എന്ത് ചെയ്യണോ, നബീനോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞങ്ങൾ കേട്ടത്, രണ്ടാൾ തമ്മിൽ പിണങ്ങിയാൽ ആദ്യം നന്നാകാൻ ശ്രമിക്കുന്നവനാണ് സ്വർഗം കിട്ടുക നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ. അതുകൊണ്ട് ഹസൻ പെട്ടെന്ന് പോകണം, പെട്ടെന്ന് പോയിട്ട് നബീനോട് നിങ്ങളെ വല്യപ്പയായ നബീനോട് പറഞ്ഞിട്ട് ഈ പ്രശ്നം സുൽഹാക്കിയാലേ ഹസന് സ്വർഗത്തിലേക്ക് പോയിക്കൂടെ, ഹസനല്ലേ പോകണ്ടേന്ന് ചോദിച്ചു. അപ്പം ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പോകാത്തത്, അതെന്താന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഈ പ്രശ്നം സുൽഹാക്കിയാൽ, അല്ലെ അതിന് സുൽഹാക്കുന്നതിന് മുൻകൈ എടുത്താൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം എൻ്റെ അനിയൻ ഹുസൈൻ പോയ ശേഷമാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹുസൈനേക്കാൾ മുന്നേ ഞാൻ സ്വർഗത്തിലായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രശ്നം സോൾവാക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ തന്നെ ഹുസൈൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് അതോടെ അവർ പ്രശ്നം തീർന്നു എന്നാണ് കഥ. ഈ ദേഷ്യവും പിണക്കവും എല്ലാം ഏതവസരത്തിലും നമ്മൾ ഒതുക്കി വെക്കാനും അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ജാഗ്രത പാലിക്കുന്നതും എപ്പോഴും നല്ലതാണ്. ഒരു രാജാവ് വലിയ പൗരപ്രമാണിമാരെ വിളിച്ച് സദ്യ കൊടുക്കുകയാണ്. വലിയ സുപ്രയിൽ ആ നാട്ടിലെ വ്യാപാരികളും വ്യവസായികളും എല്ലാവരും കൂടി പങ്കെടുക്കുന്ന വലിയൊരു സദ്യ. അതിന് ഭക്ഷണം കൊണ്ടുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട അടിമ തൻ്റെ കാലൊന്ന് തടഞ്ഞിട്ട് ഈ ഭക്ഷണത്തിൽ നിന്ന്, ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കാലൊന്ന് തടഞ്ഞു. അങ്ങനെ ഈ തളികയിൽ നിന്ന് ചാറ് അല്ലെങ്കിൽ കറി കുറച്ച് രാജാവിൻ്റെ വസ്ത്രത്തിലേക്ക് വീണു. ഇത് കണ്ടപ്പോൾ രാജാവിന് അങ്ങേയറ്റം ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യത്തോടു കൂടെ, കാരണം പൗരപ്രമാണിമാരുടെ ഇടയിൽ നിന്നാണല്ലോ
തൻ്റെ വസ്ത്രത്തിലേക്ക് ഈ കറി മറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ക്ഷമ വിട്ടുകൊണ്ട് എണീച്ച് ഈ അടിമയുടെ തല വെട്ടിക്കളയാൻ ഓർഡർ ഇട്ടു. അപ്പോൾ ഈ ഓർഡർ ഇട്ടപ്പോൾ ഇയാളുടെ അടുത്ത് വലിയ പിഞ്ഞാണത്തിൽ നിറയെ കറി ഉണ്ടായിരുന്നു. ഈ കറിപ്പാത്രം മുഴുവൻ രാജാവിൻ്റെ തലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ആര്? ഈ അടിമ. രാജാവ് കോപം കൊണ്ട് ഗർജിച്ചു. നീ എന്ത് പണിയാടാ കാട്ടിയത്? ഇതിന് നിനക്ക് എവിടുന്നാ ധൈര്യം ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ അടിമ പറഞ്ഞു, രാജാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ അഭിമാനമാണ് ഈ പ്രവൃത്തിയിലൂടെ കാത്തത്. കാരണം നേരത്തെ ഞാൻ മനഃപൂർവ്വമല്ലാതെ എൻ്റെ കാല് തടഞ്ഞ് അല്പം കറി നിങ്ങളെ ദേഹത്തൊഴിച്ചു. വീണുപോയി, ഞാൻ ഒഴിച്ചൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. ആ സമയത്തെങ്ങാനും എന്നെ ഇവർ പിടിച്ചു കൊണ്ടുപോയി കൊന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ആളുകൾ പറയും, ഒരബദ്ധം പറ്റിയതിന് ആ ദുഷ്ടനായ രാജാവ് അയാളുടെ അടിമയെ കൊന്നുകളഞ്ഞു എന്ന് പറയും. അത് രാജാവിന് വലിയ പേര് ദോഷമുണ്ടാക്കും. രാജാവ് ഭയങ്കര അക്രമിയാണെന്ന് പറയും ആളുകൾ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ രാജാവിന് വലിയ ദുഷ്പേരുണ്ടാകും. അതേസമയം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വം വലിയൊരു പാത്രം കറി അങ്ങയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ കൊന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദിച്ചാൽ അവരോട് പറയാം, ആ അടിമ ഇത്രയും വ്യാപാര പ്രമുഖരുടെയും പൗരപ്രമുഖരുടെയും നടുക്ക് വെച്ച് എന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം എൻ്റെ തലയിലേക്ക് കറി ഒഴിച്ചത് കൊണ്ടാണ് ഞാൻ കൊന്നതെന്ന് കേട്ടാൽ ജനങ്ങൾ പറയും, അത് കൊല്ലണ്ട തന്നെയാ, രാജാവിനെ അങ്ങനെ അവമാനിച്ചത് കൊണ്ടല്ലേ എന്ന് ജനങ്ങൾ പറയും. അതോടെ ആരുടെ അഭിമാനമാണ് കാക്കപ്പെടുന്നത്? രാജാവിന് അഭിമാനം കാക്കപ്പെടും. ഞാൻ ആ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം ഇയാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് ഒരുപാട് സ്വർണവും സമ്മാനമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു നേരത്തെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു അല്പസമയത്തെ ദേഷ്യത്തിന് വേണ്ടി എടുത്തു ചാടുന്നതിന് മുമ്പ് വരും വരായികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ദേഷ്യത്തെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചൊതുക്കണം എന്നാണ് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എപ്പോഴും കോപം കടിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അത് നെല്ലിക്കയാണ്. കടിച്ചു പിടിക്കുന്ന കോപം നെല്ലിക്കയാണ്. ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് ഓർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.